ജോർജിയയിൽ നേഴ്സിംഗ് പഠിച്ച് സ്വീഡനിൽ സെറ്റിൽ ആവാം. ഒരു ആർജയുടെ ഒരു റീല്, അതിന് 1.9 മില്യൺ വ്യൂസ് ഉണ്ട്. അത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തതാണ്. ആ വീഡിയോയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, സ്വീഡിഷ് ലാംഗ്വേജ് പഠിപ്പിച്ച് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് സ്വീഡനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം. അത് ഏത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഈ നിമിഷം വരെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ വെബ്സൈറ്റിലോ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ എങ്ങും ഈ സംഭവം പ്രതിപാദിച്ചിട്ടില്ല. ഇനി ഏജൻസി സെക്കൻഡറി ആയിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി യൂണിവേഴ്സിറ്റിക്ക് അതിനകത്ത് യാതൊരു നോളജും ഇല്ല. ഇതാണ് സത്യാവസ്ഥ. മേ ബി ഇതിനു മുമ്പ് യൂണിവേഴ്സിറ്റിയിലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവിടെ സ്വീഡിഷ് ലാംഗ്വേജ് കൊണ്ടുവരും എന്നുള്ളത്. പക്ഷേ ഇതുവരെയും ആ ഡിസ്കഷന് ഒരു ഫൈനലൈസേഷൻ വന്നിട്ടില്ല. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയെ പറ്റി ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നതാണ്, മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് സ്കാമുകൾ കൊണ്ടാണ്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയെ പറ്റി പ്രോപ്പർ റിസർച്ച് നടത്തുക. പ്രോപ്പർ റിസർച്ച് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ NMC ഗൈഡ് ലൈൻസ്, ഇത് യൂറോപ്യൻ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ UK NMCയുടെ ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ അഫ്രയുടെ ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ എൻക്ലക്സിൻ്റെ ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ. ഗൾഫ് കൺട്രീസിൽ ഗൾഫിലെ ഏത് കൺട്രി ആയാലും അവർക്ക് കോമൺ ആയിട്ടൊരു സംഭവമുണ്ട്, ഡാറ്റ ഫ്ലോ. ഈ നിങ്ങളുടെ പ്രോമെട്രിക്ക് DHA ഹാഡ് ഈ എക്സാംസ് എഴുതിയാലും ഡാറ്റ ഫ്ലോ കോമൺ ആണ്. സോ ഈ ഡാറ്റ ഫ്ലോ അക്രഡിറ്റേറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ പാസ് ആകുമോ എന്നറിയാതെ നിങ്ങളൊരു കോഴ്സ് അല്ലെങ്കിൽ ആ ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല.